വെൽക്കം ടു സിവിൽ സ്റ്റഡി സർക്കിൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് സർവേ. ആദ്യം തന്നെ നമുക്ക് എന്താണ് സർവേ എന്ന് നോക്കാം. സർവേ ഈസ് the art of science of determining the relative positions of various points or stations of the surface of Earth by measuring the horizontal and vertical distances, angles and taking details of these points, and by preparing a map or a plan to any scale. അതായത് നമുക്ക് ഭൂമിയുടെ ഭൂമിയുടെ പ്രതലത്തിലുള്ള ഒരു വസ്തു, ഒരു പോയിന്റോ അല്ലെങ്കിൽ ഒരു ലൈനോ അങ്ങനെ എന്തും ആയിക്കോട്ടെ, ആ ഒരു വസ്തുവിൻ്റെ പൊസിഷൻ, ആ വസ്തു ഭൂമിയുടെ പ്രതലത്തിൽ ഇരിക്കുന്ന സ്ഥാനം നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്ന രീതി ആണ് സർവേയിങ് എന്ന് പറയുന്നത്. എങ്ങനെ കണ്ടുപിടിക്കുന്ന രീതി? നമ്മൾ ആ ഒരു സ്റ്റേഷൻ പോയിന്റിൻ്റെയോ അല്ലെങ്കിൽ ആ ഒരു ഓബ്ജക്റ്റിൻ്റെയോ പൊസിഷൻ നീളവും വീതിയും അളന്ന് അതിൻ്റെ ഹൊറിസോണ്ടലും വെർട്ടിക്കലുമായിട്ടുള്ള ഡിസ്റ്റൻസുകളും അതിൻ്റെ തിരിവുകൾ അതായത് ആംഗിളുകളും അളന്ന് കൃത്യമായി അത് കമ്പ്യൂട്ട് ചെയ്ത് അത് കണ്ടുപിടിച്ച് അത് വ്യക്തമായ സ്കെയിലിൽ വരച്ച് തിട്ടപ്പെടുത്തുന്ന ആ ഒരു രീതിയാണ്, അതായത് ഒരു രീതിയാണ് എന്ത് പറയുന്നത്? സർവേയിങ് എന്ന് പറയുന്നത്. ഒരു വസ്തുവിൻ്റെ സ്ഥാനം നമ്മൾ കണക്കുകൂട്ടലുകളും മറ്റു രീതികളും ഉപയോഗിച്ച് എവിടെയാണ് എന്ന് വ്യക്തമായി മനസ്സിലാക്കുന്ന രീതിയാണ് സർവേയിങ് എന്ന് പറയുന്നത്. സർവേ നമുക്ക് എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും? രണ്ട് രീതിയിൽ ചെയ്യാം. രണ്ട് പ്ലെയിനുകളിൽ ചെയ്യാൻ പറ്റും. വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടും നമുക്ക് സർവേ ചെയ്യാൻ പറ്റും. അത് ഒരു വ്യക്തമായ മാപ്പിലോ അല്ലെങ്കിൽ പ്ലാനോ ആയിട്ട് വേണം നമ്മൾ എങ്ങനെ കാണിക്കാനായിട്ടുള്ളത്. ഒരു വ്യക്തമായ സ്കെയിൽ ഓഫ് ചെയ്ത് ഒരു മാപ്പായോ പ്ലാനായോ വേണം നമ്മൾ കാണിക്കാൻ. നമ്മൾ സർവേ ചെയ്യുന്നതിൻ്റെ സർവേയുടെ ഒബ്ജക്റ്റ് തന്നെ എന്താണ്? ടു പ്രിപ്പയർ പ്ലാൻ ഓർ മാപ്പ്. അതായത് നമ്മളൊരു വസ്തു സർവേ ചെയ്ത് കഴിഞ്ഞാൽ അവസാനം കിട്ടുന്ന അതിൻ്റെ റിസൾട്ടിനെയാണ് നമ്മൾ മാപ്പ് അല്ലെങ്കിൽ പ്ലാൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ഭൂമിയുടെ പ്രതലത്തിലുള്ള ഒരു വസ്തുവിൻ്റെ സ്ഥാനം വ്യക്തമായി നിർണയിച്ച് അതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്ത് അവസാനം അതിൻ്റെ മാപ്പോ പ്ലാനോ പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ഒരു സർവേയുടെ മൊത്തം തുകയാണ് അതിൻ്റെ പ്ലാനോ മാപ്പോ ആയി നമുക്ക് അവസാനം കയ്യിൽ കിട്ടുന്ന ആ ഒരു ചിത്രം. അതൊരു വ്യക്തമായ സ്കെയിലിൽ വേണം നമ്മൾ വരയ്ക്കാനായിട്ടുള്ളത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ടോപ്പിലേക്ക് പോവാം. നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു വസ്തുവിൻ്റെ സ്ഥാനം നിർണ്ണയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സർവേ ചെയ്യുന്നതെന്ന്. പക്ഷെ സർവേ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്നത് വസ്തുവിൻ്റെ സ്ഥാനം എന്നതിനൊപ്പം മറ്റൊരുപാട് കാര്യങ്ങൾ കൂടി നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഭൂമിയുമായി ബന്ധപ്പെട്ട്. അതിൽ ആദ്യത്തെ എന്ന് വെച്ചാൽ നമുക്ക്, അതായത് അതിൻ്റെ റിസൾട്ടാണ് ടു പ്രിപ്പയർ മാപ്പ് ഷോ ദ റിലേറ്റീവ് പൊസിഷൻസ് ഓഫ് ദ ഒബ്ജക്റ്റ് ഓഫ് ദ സർഫസ് ഓൺ ദ എർത്ത്. അതായത് ഒരു വസ്തുവിൻ്റെ സ്ഥാനം നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ അതിനോട് അനുബന്ധിച്ച മറ്റ് വസ്തുക്കളുടെ കൂടി സ്ഥാനം നമുക്ക് എന്താക്കും? ആ മാപ്പിൽ നമുക്ക് ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും. നമ്മൾ ഒരു ചെറിയൊരു പ്ലോട്ട് അല്ലെങ്കിൽ ഒരു ലാർജ് ഏരിയ മെഷർ ചെയ്യുമ്പോൾ അതിനോട് ചേർന്ന ഓബ്ജക്ട്സ് മൊത്തം നമ്മൾ എടുക്കാറുണ്ട്. അപ്പോൾ അതിനോട് ചേർന്ന് ഇന്ന ഒബ്ജക്ട്സ് ഇന്ന പൊസിഷൻസിൽ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാറുണ്ട്. നമുക്ക് ഭൂമിയായി ബന്ധപ്പെട്ട ഡാറ്റാസ് കളക്ട് ചെയ്യാൻ പറ്റും. അവിടുത്തെ വാട്ടർ ഷെഡ്, വാട്ടർ ടേബിള്, ടോപ്പോഗ്രഫി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, അതായത് നിയറസ്റ്റ് പുഴ, പിന്നെ അത് സോയിൽ ടൈപ്പ് എങ്ങനെയാണ്, അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും ടു കളക്ട് ദ ഫീൽഡ് ഡാറ്റ. അതുപോലെ സമ്മായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൻ്റെ മാപ്പോ പ്ലാനോ നമുക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ എൻജിനീയറിംഗ് വർക്കുകൾ സെറ്റിംഗ് ഔട്ട് ചെയ്യാനായിട്ട്, അതായത് വീടോ അല്ലെങ്കിൽ ബിൽഡിങ്ങുകളോ അങ്ങനത്തെ എൻജിനീയറിംഗ് വർക്കുകൾ സെറ്റിംഗ് ഔട്ട് ചെയ്യാനുള്ള ഫീൽഡ് പാരാമീറ്റേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനലൈസ് ചെയ്യുന്നതും, നേരത്തെ പറഞ്ഞ പോലെ മണ്ണിൻ്റെ ഘടന, മണ്ണിൻ്റെ രൂപം, അതിൻ്റെ വെള്ളവുമായി ബന്ധപ്പെട്ട ഹൈഡ്രോളജി ടേബിൾ, വാട്ടർ ഷെഡ്, അതുപോലത്തെ കാര്യങ്ങളും ടോപ്പോഗ്രഫി, ട്രാൻസ്പോർട്ടേഷൻ, ഇത്തരം കാര്യങ്ങളും നമുക്ക് സർവേ ചെയ്തായിരിക്കും കണ്ടുപിടിക്കാൻ പറ്റുന്നത്. എൻജിനീയറിംഗ് വർക്കുകൾ സെറ്റിംഗ് ഔട്ട് ചെയ്യുന്നതിന് നമുക്ക് സർവേ ആണ് ഉപയോഗിക്കുന്നത്.
അപ്പം നമ്മൾ സർവേ ചെയ്യുക എന്ന് വെച്ചാൽ ഒരു വസ്തുവിൻ്റെ സ്ഥാന നിർണ്ണയം മാത്രമല്ല, ആ വസ്തുവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഓരോ പോയിൻ്റ് ഒരു ഒബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ബാക്കി കാര്യങ്ങൾ കൂടി നമുക്ക് സർവേയിൽ ഉൾപ്പെടുന്നുണ്ട്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും സം റിസൾട്ടാണ് അവസാനമായി നമുക്ക് കിട്ടുന്ന പ്ലാൻ അല്ലെങ്കിൽ മാപ്പ് എന്ന് പറയുന്നത്. നമ്മൾ സർവേ ചെയ്യുമ്പോൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട്? നമ്മൾ ആദ്യം അവിടുത്തെ എല്ലാ ഡാറ്റാസും കളക്ട് ചെയ്യുന്നുണ്ട്. ഫീൽഡ് ഡാറ്റാസ്, അതായത് ഒരു ട്രീ, ഇലക്ട്രിക് പോസ്റ്റ്, ട്രാൻസ്ഫോമർ, അങ്ങനെ ആ ഒരു ഒബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് അതിനെ നിയറസ്റ്റ്, അതിൻ്റെ ക്ലോസ്ഡ് ഏരിയയിൽ എന്തൊക്കെ ഒബ്ജക്ട്സ് ഉണ്ടോ അതെല്ലാം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് മാർക്ക് ചെയ്ത് വയ്ക്കുന്നുണ്ട്. പിന്നെ ഭൂമി, ജലം, മണ്ണ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പോഗ്രാഫിക്കലായിട്ടുള്ള നേച്ചറിൽ അവൈലബിൾ ആയിട്ടുള്ള, പ്രകൃതിയിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാത്തിൻ്റെയും ഡാറ്റാസ് നമ്മൾ എടുക്കുകയും എല്ലാ കാര്യങ്ങളെ പറ്റിയും മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. ഭൂമിയുടെ അളവുകളും അവിടുത്തെ വാട്ടർ കപ്പാസിറ്റി, പിന്നെ നമ്മളൊരു എഞ്ചിനീയറിംഗ് വർക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അവിടെ എന്തൊക്കെയുണ്ട്, അന്ന് എന്തൊക്കെ അളവുകളുണ്ട്, അത്തരം കാര്യങ്ങളും നമുക്ക് എന്തിലൂടെ, സർവേയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. സർവേ ഇതിനെല്ലാത്തിൻ്റെയും സം റിസൾട്ടാണ് എന്ത് പറയുന്നത്? സർവേ എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, സർവേയുടെ എയിം തന്നെ നമുക്ക് ടു പ്രിപ്പയർ ദ മാപ്പ് ഓർ പ്ലാൻ ഓഫ് ദ ഒബ്ജക്റ്റ് എന്നാണ്. റിലേറ്റീവ് പൊസിഷൻസും എല്ലാം നമ്മൾ മാർക്ക് ചെയ്ത് വയ്ക്കുന്നുണ്ട്. ടു കളക്ട് ദ ഫീൽഡ് ഡാറ്റ, ഫീൽഡിൽ എന്തൊക്കെ ഡാറ്റാസ് ഉണ്ടോ അതെല്ലാം കളക്ട് ചെയ്ത് വയ്ക്കുക. ടു പ്രിപ്പയർ എ plan or map of the area to be surveyed. To analyze the calculate of the field parameters for setting up the operation of actual engineering works. To set out the field parameters at the site for further engineering work. അതായത് നമുക്ക് ഭാവിയിൽ എന്തൊക്കെ വർക്കുകൾ ചെയ്യണോ അതിനാവശ്യമായ പാരാമീറ്റേഴ്സും ആ സൈറ്റിൽ മാർക്ക് ചെയ്യാനായിട്ട് നമ്മളൊക്കെ എന്ത് ചെയ്യണം? ഫീൽഡ് സർവേ ചെയ്യേണ്ടി വരുന്നുണ്ട്. റോഡ്, ബിൽഡിങ്ങുകൾ, ഡാം, റിസർവോയേഴ്സ്, അങ്ങനെ എല്ലാ കാര്യങ്ങളുടെയും ബേസിക് ആയിട്ട് നമുക്ക് വേണ്ടത് ഒന്നാണ് സർവേ. ഈ സർവേയിലൂടെ ലഭിക്കുന്ന ഫീൽഡ് ഡാറ്റാസ് ഉപയോഗിച്ചിട്ടായിരിക്കും ഡാം, റിസർവോയേഴ്സ്, ട്രാൻസ്പോർട്ടേഷൻ, അതായത് റെയിൽവേ കനാൽ, റോഡ്, അത്തരം കാര്യങ്ങളെല്ലാം ഭാവിയിൽ ബിൽഡ് ചെയ്ത് വരുന്നത്. ഭാവിയിൽ ഇത്തരം കാര്യങ്ങൾ ബിൽഡ് ചെയ്യണമെങ്കിൽ നമുക്ക് സർവേ ചെയ്ത് ഇത്രയും കാര്യങ്ങളെല്ലാം കണ്ടുപിടിക്കേണ്ടത് ആവശ്യമാണ്. അപ്പം ഇത്തരം പോയിന്റ്സ് ഓർത്ത് വയ്ക്കുക. നമ്മൾ ഏതൊരു വസ്തുവും അല്ലെങ്കിൽ ഏതൊരു കാര്യവും ചെയ്യുമ്പോഴും അതിന് ഫണ്ടമെൻ്റലായിട്ട് കുറച്ച് പ്രിൻസിപ്പിൾസ് ഉണ്ടാകും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തിയറീനെ ഒരു പ്രിൻസിപ്പിളിനെ അടിസ്ഥാനമാക്കിയിട്ട് മാത്രമേ നമ്മൾ എന്തൊരു കാര്യവും ചെയ്യുള്ളൂ. അതുപോലെ സർവേ ചെയ്യുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നമുക്കൊരു ലാർജ് ഏരിയ മെഷർ ചെയ്യാനായിട്ട് കിട്ടി. നമ്മൾ നേരെ പോയി നമ്മൾ നോക്കിയപ്പോൾ എന്താ, അത് വളരെ ഒരു വലിയ അൺഡുലേഷൻസ് ഒന്നും ഇല്ലാത്ത ഒരുവിധം ബൗണ്ടറി ഒക്കെ ഉള്ള ഒരു ഏരിയ എന്ന് വിചാരിച്ചോളൂ. ഒരു പെൻറ്റഗൺ ഷേപ്പിലാണ് ബൗണ്ടറി ഒക്കെ വരുന്നത്. നമ്മൾ വിചാരിച്ചു ട്രയാങ്കുലേഷനാണ് തിയറി, ട്രയാങ്കുലേഷനാണ് പ്രിൻസിപ്പൽ. അപ്പം നമ്മൾ എന്ത് ചെയ്തു? ഒരു പോയിന്റിൽ ആദ്യം പോയിട്ട് സെറ്റ് ഔട്ടൊക്കെ ചെയ്ത് ആ പോയിന്റിന് നമ്മൾ ആദ്യം എന്ത് ചെയ്തു? നമ്മൾ എല്ലാ കോർണറുകളിലേക്കും ഓഫ്സെറ്റ് എടുത്തു. ദെൻ നമ്മൾ എന്ത് ചെയ്തു? ഓഫ്സെറ്റുകൾ നമ്മൾ കൂട്ടി വരയ്ക്കുന്ന ആ ബൗണ്ടറി മെഷർമെൻറ്റ്സ് എടുത്തു. എന്നിട്ട് നമ്മൾ പോയി അത് കൂട്ടിയൊക്കെ വരച്ചു, സ്കെയിൽ ഓഫ് ഒക്കെ ചെയ്ത് അതിൻ്റെ കമ്പ്യൂട്ടേഷൻ എല്ലാം ചെയ്ത് അത് കൂട്ടി വരച്ചു. പക്ഷേ എന്താ പ്രശ്നം? അവസാനം കിട്ടുന്ന സ്കെച്ചിൽ വ്യത്യാസങ്ങളുണ്ടാകും. അതായത് നമ്മൾ ഉദ്ദേശിച്ച പോലെ ബീറിങ് കിട്ടണമെന്നില്ല, ലെങ്ത്തിൽ അൺഡുലേഷൻസ് വരും, ആ സ്കെച്ചിൽ തന്നെ മാറ്റങ്ങൾ വരും, വോളിയം കാൽക്കുലേഷനിൽ വ്യത്യാസം വരും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം നമ്മൾ പോയിട്ട് ആ ബൗണ്ടറി മൊത്തം നല്ല വൃത്തിയായിട്ട് ചെക്ക് ചെയ്യണം. എന്ത് ചെക്ക് ചെയ്യണം? ബൗണ്ടറി ചെക്ക് ചെയ്യണം. ബൗണ്ടറി ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ എത്ര ട്രയാങ്കിൾസ് ആക്കാൻ പറ്റുമെന്ന് നോക്കണം. ഓക്കെ, നമ്മൾ ആദ്യം ആ ഒരു ബൗണ്ടറിയുടെ പുറത്ത് നിന്നിട്ട് ബൗണ്ടറി മൊത്തം അളക്കണം. ഓരോ പോയിന്റിൽ നിന്നും അടുത്ത പോയിന്റിലേക്ക് എത്ര മീറ്റർ വ്യത്യാസമുണ്ട്, എത്ര ആംഗിൾ നമ്മൾ വ്യത്യാസമുണ്ട്, എത്ര ഹൈറ്റ് വ്യത്യാസമുണ്ട്, അങ്ങനെ ബൗണ്ടറിയിലെ ഓരോ പോയിന്റ്സും തമ്മിലുള്ള മെഷർമെൻറ്റ്സ് തമ്മിൽ
എത്ര വ്യത്യാസമുണ്ടെന്ന് നോക്കണം. അതിനെന്ത് ചെയ്യണം, എത്ര സെറ്റിംഗ് ഔട്ട് ചെയ്യണോ അത്രയും നമ്മൾ സെറ്റിംഗ് ഔട്ടുകൾ ചെയ്യണം. മൈനർ എററുകൾ വരെ അവോയ്ഡ് ചെയ്യാനും ലെങ്ത്തിലും ആംഗിളുകളിലും ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ അഥവാ ചെറിയ മൈന്യൂട്ടായ എററുകൾ പോലും ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. ഡിഫ്ലക്ഷൻ ആംഗിളും ഇൻറ്റീരിയർ ആംഗിളും എക്സ്റ്റീരിയർ ആംഗിളും ഒരേ സമയം എടുത്തു പോകാൻ ശ്രദ്ധിക്കണം. അതായത് ടു വർക്ക് ഫ്രം ഹോൾ ടു പാർട്ട്, നമ്മൾ പുറത്തു നിന്ന് മാക്സിമം മെഷർമെൻറ്റ്സ് ഡിഫ്ലക്ഷൻ ആംഗിളും എക്സ്റ്റീരിയർ ആംഗിളും എല്ലാം എടുത്ത് മാക്സിമം ലെങ്ത്തും ആംഗുലർ മെഷർമെൻറ്റ്സും ലീനിയർ മെഷർമെൻറ്റ്സും ആംഗുലർ മെഷർമെൻറ്റ്സും എടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു ബൗണ്ടറിയുടെ അകത്ത് പോയിട്ട് ഒരു സ്റ്റേഷൻ പോയിന്റ് അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രുമെൻ്റ് സ്റ്റേഷൻ നമ്മൾ സെറ്റ് ഔട്ട് ചെയ്ത് ആ ഒരു ബൗണ്ടറി എത്ര ട്രയാങ്കിൾസ് ആയിട്ട് നമുക്ക് തിരിക്കാൻ പറ്റുമോ അത്രയും എന്തായിട്ട് തിരിക്കണം, ട്രയാങ്കിൾസ് ആയിട്ട് തിരിക്കണം. അതിനെയാണ് പറയുന്നത് എന്ത്, ട്രയാങ്കുലേഷൻ സർവേ. നമ്മൾ ഒരു ബൗണ്ടറി മാക്സിമം ട്രയാങ്കിൾസ് ആയിട്ട് വേണം അകത്ത് നിന്ന് പുറത്തേക്കുള്ള പോയിന്റ്സ് മെഷർ ചെയ്യാനായിട്ട്. അതിനു മുമ്പ് പുറത്തുനിന്നുള്ള എല്ലാ പോയിന്റ്സും മെഷർ ചെയ്ത് ബൗണ്ടറി എല്ലാം എടുത്തതിന് ശേഷം നമ്മൾ അകത്ത് പോയിട്ട് എന്ത് ചെയ്യണം, ട്രയാങ്കിൾസ് ആയിട്ട് അകത്ത് നിന്ന് പുറത്തേക്കുള്ള എല്ലാ പോയിന്റ്സും മെഷർ ചെയ്യണം. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, നമ്മൾ പുറത്ത് ട്രാവേസിങ് സർവേ ചെയ്തു. ഒരു ക്ലോസഡ് ബൗണ്ടറി ആണെങ്കിൽ നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നു, ഒരു ക്ലോസഡ് ട്രാവേസിങ് സർവേ ചെയ്യുന്നു. ഒരു ഓപ്പൺ ബൗണ്ടറി ആണ്, അതായത് ഒരു പുഴയോ ഒരു കനാലോ ഒരു റോഡോ ആണെങ്കിൽ അവിടെ നമുക്ക് തുടങ്ങിയ പോയിന്റിൽ തന്നെ അവസാനിക്കാൻ പറ്റില്ല സർവേ. അതിനെയാണ് നമ്മൾ ഓപ്പൺ ട്രാവേഴ്സ് എന്ന് പറയുന്നത്. അവിടെ നമ്മൾ ഓപ്പൺ ട്രാവേഴ്സ് സർവേ ചെയ്യുന്നു. അതിനുശേഷം അങ്ങനെയുള്ള കേസുകൾ നമുക്ക് അകത്ത് പോയിട്ട് ട്രയാങ്കിൾസ് മേക്ക് ചെയ്യാൻ പറ്റില്ല. ആ ട്രാവേഴ്സിങ്ങിൽ തന്നെ ട്രയാങ്കിൾസ് ഓപ്പൺ ട്രയാങ്കിൾസ് ആയിരിക്കും മേക്ക് ചെയ്യുക. ക്ലോസഡ് ട്രാവേഴ്സിൽ നമ്മൾ ആ ക്ലോസഡ് ബൗണ്ടറി ഒരു പോയിന്റ് ഒരു ക്ലോസഡ് ബൗണ്ടറിയാണ്, അതുപോലത്തെ ഒരു ക്ലോസഡ് ബൗണ്ടറിയിൽ നമ്മൾ കയറി വെൽ ഡിഫൈൻഡ് ബൗണ്ടറിയുടെ അകത്ത് കയറിയിട്ട് എന്ത് ചെയ്യും, അതിൻ്റെ കോണോട് കോൺ ഓപ്പോസിറ്റ് കോണുകൾ തമ്മിൽ അതായത് ഡയഗണലുകൾ തമ്മിൽ ഒരു ലൈൻ മേക്ക് ചെയ്യും. ആ ലൈനാണ് ബേസ് ലൈൻ. ആ ബേസ് ലൈനിൽ നിന്ന് പിന്നീട് നമ്മൾ ടൈ ലൈൻസ് ഇട്ട് കൊടുക്കും. ഓരോ കോർണറുകളിലേക്കും മാക്സിമം പോയിന്റുകളിലേക്കും വീണ്ടും പോയിന്റുകൾ നമ്മൾ നോക്കും, സൈറ്റ് ചെയ്യും. ആ ലൈനുകളാണ് നമ്മൾ എന്ത് പറയുന്നത്, ടൈ ലൈനുകൾ. ടൈ ലൈനുകളിൽ നിന്ന് വീണ്ടും ബേസ് ലൈനുകളിലേക്കും മറ്റു ടൈ ലൈനുകളിലേക്കും ബൗണ്ടറിയിലേക്കും നമ്മൾ വീണ്ടും നോക്കും ഓഫ്സെറ്റ് എടുത്തിട്ട്. അതിനെ പറയുന്നതാണ് ചെക്ക് ലൈനുകൾ. നമ്മൾ ആക്യുറസി കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ചെക്ക് ലൈനുകൾ ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞ പോലെ ഇങ്ങനെ ചെയ്തതിലൂടെ ഏറ്റവും മൈനർ എററുകൾ പോലും സ്കിപ്പ് ചെയ്യപ്പെടുന്നു, അതായത് ഒഴിവാക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സർവേക്ക് 2 പ്രിൻസിപ്പിൾസ് ആണ് ഉള്ളത്. ഒന്ന്, ടു വർക്ക് ഫ്രം ഹോൾ ടു പാർട്ട്, മൊത്തത്തിൽ നിന്ന് അംശത്തിലേക്ക് നമ്മൾ അളന്നു പോകുന്നു. 2, ടു ഫിക്സ് the position of new stations by at least 2 independent processes. The stations are fixed from the points already fixed ചെയ്ത റെഫറൻസ് പോയിന്റിൽ നിന്നും നമ്മൾ മാക്സിമം സ്റ്റേഷൻ പോയിന്റുകൾ മേക്ക് ചെയ്ത് മാക്സിമം പോയിന്റുകൾ എടുക്കുന്നു. പോയിന്റുകളിലേക്ക് മാക്സിമം നമ്മൾ എന്ത് ചെയ്യുന്നു, മെഷർമെൻറ്റ്സ് എടുക്കുന്നു. അപ്പോൾ ഈ 2 ബേസിക് പ്രിൻസിപ്പിളാണ് സർവേക്ക് ഉള്ളത്. മെയിനായിട്ട് വരുന്ന പ്രിൻസിപ്പിളാണ് എന്ത്, ടു ഹോൾ ടു പാർട്ട് എന്നത്. പിന്നെ ട്രയാങ്കുലേഷൻ സർവേയും അതുപോലെ ട്രാവേഴ്സ് സർവേയും പ്രിൻസിപ്പിൾ തന്നെയാണ്. അത് എല്ലാ സർവേകൾക്കും നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല, ട്രാവേഴ്സ് സർവേയും ട്രയാങ്കുലേഷൻ സർവേയും ഉൾപ്പെടുത്താൻ പറ്റില്ല. നമ്മൾ കോമ്പസ് സർവേയുടെ തിയോഡലൈറ്റ് സർവേയുടെ എല്ലാം പ്രിൻസിപ്പിളാണ് എന്ത്, ട്രയാങ്കുലേഷൻ സർവേ അഥവാ ട്രയാങ്കുലേഷൻ സർവേയും അതുപോലെ ട്രാവേഴ്സ് സർവേയും. ചെയിൻ സർവേയുടെ പ്രിൻസിപ്പിൾ എന്താ, ട്രയാങ്കുലേഷൻ സർവേ മാത്രമാണ് എന്ത്, ചെയിൻ സർവേയുടെ പ്രിൻസിപ്പിളായിട്ട് വരുന്നത്. എന്തിൻ്റെ പ്രിൻസിപ്പിൾ, ചെയിൻ സർവേയുടെ പ്രിൻസിപ്പിളാണ് എന്ത്,
triangulation surveys to make the maximum triangles in the boundary of the field to be surveyed. അതുപോലെ പ്ലെയിൻ ടേബിൾ എന്ന സർവേ വരുമ്പോൾ ട്രാവേഴ്സിങ് അതിൽ വരുന്നുണ്ട് എങ്കിൽ പോലും പാരലലിസമാണ് എന്തിൻ്റെ പ്രിൻസിപ്പിള്, ചെയിൻ സർവേയുടെ പ്രിൻസിപ്പിള്. നമുക്ക് വരും ക്ലാസ്സുകളിൽ അതിനെപ്പറ്റി വീണ്ടും ഡിസ്കസ് ചെയ്യാം. നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ടോപ്പിക്കിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണത് ഒബ്ജക്റ്റീവ് സർവേ. ഒബ്ജക്റ്റീവ് ഓഫ് സർവേ എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടും. To collect the field data, to prepare plan or map of the area to be surveyed, to analyze and calculate the field parameters for setting out the operation of the actual engineering work. നമ്മൾ സർവേ ചെയ്യുമ്പോൾ അതിൽ കുറച്ച് എലമെൻറ്റ്സ് കൂടെ വേറെ വരുന്നുണ്ട്. ജിയോമെട്രി, ട്രിഗ്നോമെട്രി, ഫിസിക്സ്, എഞ്ചിനീയറിംഗ്, മെട്രോളജി, പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആൻഡ് റെഗ്രഷൻ അനലിസിസ്. ഓക്കെ, അപ്പം നമ്മൾ ഒബ്ജക്റ്റീവ്സ് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചു വയ്ക്കണം. നേരത്തെ കാണിച്ചൊരു സ്ലൈഡിലെ കാര്യങ്ങളോട് ശ്രദ്ധിച്ചു വയ്ക്കണം. പക്ഷേ ഒബ്ജക്റ്റീവ് ഓഫ് സർവേ എന്ന് പറയുമ്പോൾ ഒറ്റ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ടു പ്രിപ്പയർ പ്ലാൻ ഓർ മാപ്പ് ഓഫ് ദ ഏരിയ സർവേഡ്. ആ ഒറ്റ വാക്ക് മാത്രം ശ്രദ്ധിച്ചാൽ മതി ഒബ്ജക്റ്റ് ഓഫ് സർവേ എന്ന് പറയുമ്പോൾ. ഓക്കെ, നമ്മൾ സംസാരിച്ച അത്രയും ജസ്റ്റ് എന്താണ് സർവേ എന്ന് മാത്രമാണ്. ഇനി നമുക്ക് ശരിക്കും സർവേയെ പറ്റി തന്നെ ഡിസ്കസ് ചെയ്യാം. നമ്മൾ ജസ്റ്റ് സർവേ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ബേസിക് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ് ഇത്രയും നേരം നമ്മൾ സംസാരിച്ചത്. ഇനിയാണ് നമ്മൾ സർവേയുടെ ഇൻട്രൊഡക്ഷൻ കാണാൻ പോകുന്നത്. നമുക്ക് സർവേ രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് പ്ലെയിൻ സർവേയിങ്ങും രണ്ട് ജിയോഡറ്റിക് സർവേയിങ്ങും. നമുക്ക് ഇന്ന് ഏറ്റവും കൂടുതൽ കൺഫ്യൂഷനുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായിട്ടുള്ള ഒരു കാര്യമാണ് ഭൂമിയുടെ ഷേപ്പ് എന്താണെന്ന്. ആ ഷേപ്പ് എന്താണെന്ന് നമുക്ക് ഈ സർവേ കഴിയുമ്പോഴേക്കും ഏകദേശം ഒരു ഐഡിയ കിട്ടും. നമുക്ക് പ്രൈമറി ഡിവിഷൻ ഓഫ് സർവേ എന്ന് എവിടെ കണ്ടാലും കണ്ണും പൂട്ടി നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും അത് ജിയോഡറ്റിക് സർവേയും പ്ലെയിൻ സർവേയുമാണെന്ന്. എന്താണ് പ്രൈമറി ഡിവിഷൻ ഓഫ് സർവേയിങ് ആണ് എന്ത്, ജിയോഡറ്റിക് സർവേയും പ്ലെയിൻ സർവേയും. ഓക്കെ, പ്ലെയിൻ ടേബിൾ സർവേ അല്ല, പ്ലെയിൻ സർവേ. അത് പ്ലെയിൻ ടേബിൾ സർവേയും പ്ലെയിൻ സർവേയും തമ്മിൽ ഒരിക്കലും മാറിപ്പോകരുത്. പ്ലെയിൻ ടേബിൾ സർവേ എന്ന് വെച്ചാൽ മെത്തേഡ് ടു ബി എംപ്ലോയ്ഡ് ഇൻ സർവേ ആണ്. പ്ലെയിൻ സർവേ എന്ന് വെച്ചാൽ എന്താണ്, പ്രൈമറി ഡിവിഷൻ ഓഫ് സർവേയിങ് ആണ് എന്ത്, പ്ലെയിൻ സർവേ എന്ന് പറയുന്നത്. ദെൻ വരുന്നത് സെക്കൻഡറി ക്ലാസിഫിക്കേഷൻ ഓഫ് സർവേ ആണ്. എന്ത്, പ്രൈമറി ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞു, ഇനി വരുന്നത് സെക്കൻഡറി ക്ലാസിഫിക്കേഷൻ ഓഫ് സർവേ ആണ്. അത് 4 ടൈപ്പ് ഉണ്ട്. 4 ആയിട്ട് നമുക്ക് തരംതിരിക്കാം. ഒന്ന് ബേസ്ഡ് ഓൺ നേച്ചർ ഓഫ് ഫീൽഡ് ഓഫ് സർവേ. നമ്മൾ എവിടെയാണ് പോയി അളക്കുന്നത്, ഏത് ടൈപ്പ്, അതായത് ഭൂമിയാണോ വായുവാണോ വെള്ളമാണോ എന്താണ് നമ്മൾ അളക്കുന്നത്, അതിനെ അനുസരിച്ച് നമുക്ക് എന്ത് പറയാം, നേച്ചർ ഓഫ് സർവേ, ബേസ്ഡ് അപ്പോൺ ദ നേച്ചർ ഓഫ് ഫീൽഡ് ഓഫ് സർവേ എന്ന് പറയാം. അതായത് അക്കോർഡിംഗ് ടു ലാൻഡ്, അക്കോർഡിംഗ് ടു ആസ്ട്രോണമി, അക്കോർഡിംഗ് ടു വാട്ടർ, നമ്മൾ എന്താണ് അളക്കുന്നത് അതനുസരിച്ചാണ് നേച്ചർ ഏതാണെന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ സെക്കൻഡറി ക്ലാസിഫിക്കേഷൻ ആണ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് അപ്പോൺ ദ നേച്ചർ ഓഫ് ഫീൽഡ് ഓഫ് സർവേ. 2, നമ്മൾ എന്താണ് പോയി അളക്കുന്നത്, കാടാണോ മലയാണോ ഭൂമിയാണോ എന്ത് വസ്തുവാണ് അളക്കുന്നത് അതനുസരിച്ച് പറയുന്ന ഒന്നാണ് എന്ത്, ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് അപ്പോൺ ദ ഒബ്ജക്റ്റ് ഓഫ് സർവേ. 3ാമത്തെ ക്ലാസിഫിക്കേഷൻ വരുന്നത് ബേസ്ഡ് അപ്പോൺ ദ മെത്തേഡ് എംപ്ലോയ്ഡ്. നമ്മൾ എന്ത് മെത്തേഡിലാണ്, ട്രയാങ്കുലേഷൻ ആണോ, ട്രാവേഴ്സിംഗ് ആണോ, ഓപ്പൺ ട്രാവേഴ്സ് ആണോ, ക്ലോസ് ട്രാവേഴ്സ് ആണോ, നമ്മൾ ഏത് രീതി ഉപയോഗിച്ചാണോ അളക്കുന്നത് ആ രീതി, ആ മെത്തേഡ് ഉപയോഗിച്ച് അളക്കുന്നതാണ് 3ാമത്തെ ക്ലാസിഫിക്കേഷൻ വരുന്നത്. എന്ത്, ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് അപ്പോൺ ദ മെത്തേഡ് എംപ്ലോയ്ഡ് ഓൺ സർവേ. നമ്മൾ ഏത് മെത്തേഡ് ഉപയോഗിച്ചാലും എന്ത് വസ്തു അളന്നാലും എങ്ങനെ അളക്കണം, അല്ലെങ്കിൽ എന്ത് വസ്തു എന്ത് ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ചാണ് അളക്കുന്നത് എന്നതാണ് 4ാമത്തെ ക്ലാസിഫിക്കേഷൻ വരുന്നത്. ബേസ്ഡ് അപ്പോൺ ദ ഇൻസ്ട്രുമെന്റ് യൂസർ, ചെയിൻ ആണോ, കോമ്പസ് ആണോ, പ്ലെയിൻ ടേബിൾ ആണോ, എന്ത് ഇൻസ്ട്രുമെന്റ് ആണ് ഉപയോഗിക്കുന്നത് എന്നതാണ് 4ാമത്തെ സെക്കൻഡറി ക്ലാസിഫിക്കേഷൻ വരുന്നത്. ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് അപ്പോൺ ദ ഇൻസ്ട്രുമെന്റ്സ് എംപ്ലോയ്ഡ്.
ഇതാ നോക്കൂ, ഇവിടെ കാണുന്നത് നമ്മുടെ പ്രൈമറി ഡിവിഷൻ ഓഫ് സർവേ, അതായത് പ്ലെയിൻ സർവേയും ജിയോഡറ്റിക് സർവേയും എന്താണെന്നും അത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുമാണ് ഇവിടെ ഈ ടേബിളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. നമ്മൾ പറഞ്ഞു ഈ രണ്ട് സർവേ എന്നല്ല ഏതൊരു സർവേയും ബേസ് ഇരിക്കുന്നത് എന്തിനാണ്? ഭൂമിയുടെ ഷേപ്പിനെ, ഭൂമിയുടെ രൂപം എന്താണോ അതിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഭൂമിയുടെ സർവേ ചെയ്യുമ്പോൾ ഭൂമിയുടെ സർഫസിൽ നമ്മൾ തിയോഡലൈറ്റ് സർവേ ആയിക്കോട്ടെ, കോമ്പസ് സർവേ ആയിക്കോട്ടെ, ഭൂമിയിൽ നമ്മൾ എന്ത് ചെയ്തു? ഭൂമിയിൽ കൊണ്ടുവന്ന ഇൻസ്ട്രുമെന്റ് സെറ്റ് ചെയ്തു. നമ്മൾ തിയോഡലൈറ്റ് സർവേയിൽ ഇൻസ്ട്രുമെന്റ് സെറ്റ് ചെയ്തു. നമ്മൾ എന്ത് ചെയ്തു? ആ ഇൻസ്ട്രുമെന്റിൽ നേരെ കാണുന്ന എല്ലാ മെഷർമെന്റ്സ് കൊടുത്തു. ഇൻസ്ട്രുമെന്റിന്റെ സൈറ്റ്, അതായത് ആ ലൈൻ ഓഫ് കോളിമേഷൻ, ആ ലൈൻ ഓഫ് സൈറ്റ് പാസ് ചെയ്ത് പോകുന്ന എല്ലാ ലൈനുകളും എടുത്ത് കാണാൻ പറ്റുന്ന അത്രയും ദൂരത്തിലെ മാക്സിമം ലൈനുകൾ നമ്മൾ എടുത്തു പോയി. അത് കൂട്ടി വരച്ചപ്പോൾ ഒരു പ്ലെയിൻ സർഫസ് ആണ് നമുക്ക് കിട്ടിയത്. ആ ഒരു പ്ലെയിൻ സർഫസ് ആണ് കിട്ടിയത്. നേരെ തിരിച്ച് നമ്മൾ എന്ത് ചെയ്തു? അതായത് നേരെ തിരിച്ച് ഓരോ ഇൻസ്ട്രുമെന്റ് സ്റ്റേഷനിലും ഇൻസ്ട്രുമെന്റ് നീക്കി വെച്ച് ആ ഇൻസ്ട്രുമെന്റിനെ പാരലായിട്ട് നമ്മൾ പോയിന്റ്സ് എടുക്കുകയാണെങ്കിൽ കൂട്ടി വരയ്ക്കുമ്പോൾ എന്ത് കിട്ടും? ഒരു കർവ്ഡ് ഷേപ്പ് ആയിരിക്കും കിട്ടുന്നത്. അതായത് ഭൂമിയുടെ കർവേച്ചർ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യുന്ന ആ ഒരു സർവേ, ആ ഒരു മെത്തേഡ് ഞാൻ പറയുന്ന പേരാണ് ജിയോഡറ്റിക് സർവേ എന്ന് പറയുന്നത്. നേരെ തിരിച്ച് നമ്മളത് കർവേച്ചർ ഉൾപ്പെടുത്താതെ ആ ഇൻസ്ട്രുമെന്റ് നേരെ കാണുന്ന ആ ഒരു ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ലെങ്ത്തിൽ നമ്മൾ പോയിന്റ്സ് എടുത്ത് മെഷർ ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മൾ അതിനെ പറയുന്ന പേരാണ് പ്ലെയിൻ സർവേയിങ്. ഭൂമിയുടെ കർവേച്ചർ ഉൾപ്പെടുത്താതെ ചെയ്യുന്ന സർവേ പ്ലെയിൻ സർവേയും, കർവേച്ചർ ഉൾപ്പെടുത്തി ചെയ്യുന്ന സർവേയാണ് ജിയോഡറ്റിക് സർവേയും. പ്ലെയിൻ സർവേ പ്രകാരം ഭൂമിയുടെ സർഫസ് പ്ലെയിൻ ഇൻ നേച്ചറും ജിയോഡറ്റിക് സർവേ പ്രകാരം കർവ്ഡ് ഇൻ നേച്ചറുമാണ്. അതുപോലെ തന്നെ നമുക്ക് എന്ത് കിട്ടും? നമ്മൾക്കൊരു ട്രയാങ്കിൾ വരയ്ക്കുക. ഭൂമിയുടെ സർഫസിൽ ഇതിൽ 3 പോയിന്റുകൾ തമ്മിൽ കൂട്ടി വരച്ച് ട്രയാങ്കിൾ വരയ്ക്കുകയാണെങ്കിൽ പ്ലെയിൻ സർവേ പ്രകാരം അതൊരു പ്ലെയിൻ ട്രയാങ്കിൾ ആയിരിക്കും. എന്നാൽ ജിയോഡറ്റിക് സർവേ പ്രകാരം ഒരു കർവ്ഡ് ഇൻ ഷേപ്പ്, ഒരു നാരങ്ങയുടെ പോർഷനിൽ നമ്മൾ വ്യക്തമായ അടയാളപ്പെടുത്തി നമ്മൾ പോയിന്റ്സ് വരയ്ക്കുന്ന ഒരു കർവ്ഡ് സർഫസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. കർവ്ഡ് ട്രയാങ്കിൾ ആയിരിക്കും. ആ ഒരു ട്രയാങ്കിൾ നമ്മൾ പറയുന്ന പേരാണ് സ്പെറിക്കൽ ട്രയാങ്കിൾ. എന്താണ്? കർവ്ഡ് ഇൻ ഷേപ്പിൽ കിട്ടുന്ന ആ ഒരു ട്രയാങ്കിളിനെ പറയുന്ന പേരാണ് സ്പെറിക്കൽ ട്രയാങ്കിൾ. അത് തമ്മിലുള്ള ആ ട്രയാങ്കിളിന്റെ ആംഗിൾസിനെ നമ്മൾ പറയുന്ന പേരാണ് സ്പെറിക്കൽ ആംഗിൾസ്. നമുക്ക് 250 കിലോമീറ്റർ സ്ക്വയറിൽ താഴെ വരെ 100 മൈൽ സ്ക്വയർ വരെ നമ്മൾ അളക്കുന്നതാണ് പ്ലെയിൻ സർവേയിങ് എന്ന് പറയുന്നത്. അതിന് മുകളിലേക്കുള്ള മീറ്ററുകൾ അല്ലെങ്കിൽ മൈലുകൾ നമ്മൾ അളന്ന് പോവുകയാണെങ്കിൽ കിട്ടുന്ന റിസൾട്ട് ആയിരിക്കും ജിയോഡറ്റിക് സർവേ എന്ന് പറയുന്നത്. ജിയോഡറ്റിക് സർവേ ആണ് ഏറ്റവും ആക്യുറസി കൂടിയ സർവേ. അത് സെൻട്രൽ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളാണ് കണ്ടക്ട് ചെയ്യുന്നത്? ജിയോഡറ്റിക് സർവേ കണ്ടക്ട് ചെയ്യുന്നത്. ഏറ്റവും ആക്യുറസി കൂടിയ സർവേ ആണ് ജിയോഡറ്റിക് സർവേ. ദ എർത്ത് സർഫസ് ഈസ് കൺസിഡർഡ് ആസ് curved surface. The curvature of earth is taken into account. The line joining any two stations is considered as a spherical. The triangle formed by any 3 points is considered as a spherical triangle. The angle of a triangles are considered as spherical angles. Carried out for a small area of greater than 250 square kilometer, that is 100 mile squares. ഇത്രയും കാര്യങ്ങൾ ഇതിൽ ശ്രദ്ധിച്ചു വെക്കണം. ഈ ജിയോഡറ്റിക് സർവേ എന്താണോ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും പ്ലെയിൻ സർവേ എന്ന് പറയുന്നത്. എന്താണ് ജിയോഡറ്റിക് സർവേ? അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് വരുന്നത്? പ്ലെയിൻ സർവേ വരുന്നത്. That surface is considered as a plain surface. The curvature of earth is ignored. Line joining any 2 stations is considered to be straight. The triangle formed by any 3 points is considered as a plane. The angle of triangles are considered as a plane angles carried out for a small area of less than 250 km square, that is equal to 100 mile squares. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം.